കോടതികളും പോലീസും ഇന്ത്യൻ ഭരണഘടന ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. എൻ്റെ പേര് PC ജോസ്, ജനറൽ സെക്രട്ടറി, ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ HRA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ്. നമ്മൾക്കറിയാം, ഇന്ന് അഴിമതിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് പോലീസിനെയും കോടതികളെയാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ചലിപ്പിക്കുന്നതിന് ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ നിയമപരമായി അധികാരമുള്ള പോലീസിനെയും കോടതികളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ്. അത് നേരത്തെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ ഇവിടെ തുടർന്നു പോരുന്നു. പക്ഷേ ഭരണഘടനാ കോടതിക്ക് പറയാനുള്ളത്, കോടതികളും പോലീസും ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ. ലക്ഷ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കാൻ കോടതികൾക്ക് അധികാരമുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോലീസിന് അധികാരമുണ്ട്. ഈ മറ്റുള്ള പബ്ലിക് സർവൻസും അതിന് ഉത്തരവാദികളാണ്. പക്ഷേ എങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ശക്തി കേന്ദ്രങ്ങളായിരിക്കുന്നത് പോലീസും കോടതികളാണ്. ഈ പോലീസിനെയും കോടതികളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങളും അഴിമതിക്കാരും ഇവിടെ ഈ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് കേന്ദ്രീകരിക്കണമെങ്കിൽ നമുക്ക് രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോടതികളും പോലീസും ഉണ്ടായിരിക്കണം. ഭരണഘടന ലക്ഷ്യമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തൊരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ല, എല്ലാ പ്രജകൾക്കും ഒരുപോലെ ആയിത്തീരണം. സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് പ്രോപ്പർട്ടീസ് ആർ വെസ്റ്റഡ് വിത്ത് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഈച്ച് മെമ്പർ വർക്ക്സ് ഫോർ ദ കോമൺ ബെനിഫിറ്റ്സ്. എല്ലാവരും പൊതു നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു. സമ്പത്തിൻ്റെ കുന്നുകൂട്ടാൻ പാടില്ല. അപ്പോൾ ആർക്കും പ്രത്യേകിച്ച് സമ്പത്ത് കുന്നുകൂട്ടാനുള്ള അധികാരമില്ല. അതാണ് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ. ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നടപ്പിൽ വന്നാൽ മാത്രമേ മതേതരത്വവും ജനാധിപത്യമൊക്കെ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ചില നിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 39(b)യും (c)യും 47 അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം സാധ്യമാകും. 39(b)യും (c)യും എന്ന് പറഞ്ഞാൽ ധനം ഒരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ല. ഒരു പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ, അധികാരപരിധിയിൽ ആരൊക്കെ ധനം കുന്നുകൂട്ടുന്നുണ്ട്, ആരൊക്കെ അനധികൃതമായ ധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെയെല്ലാം നിങ്ങളുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടുപിടിച്ച് കോടതിയിൽ അവരെ എത്തിക്കുക. അതുപോലെ തന്നെ 47 പറയുന്നത് സമീകൃത ആഹാരം ജനങ്ങൾ കൊടുക്കുക, മദ്യം മരുന്നിനല്ലാതെ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ മദ്യം വിതരണം ചെയ്യുന്നവരും, അതുപോലെ തന്നെ ഈ ബാറുകൾ എല്ലാം ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി കൊടുക്കുക. നമുക്കറിയാം, ഇന്ന് കോടതിയിലുള്ള പല ജഡ്ജിമാരും അതുപോലെ നല്ല പോലീസുകാരൊക്കെ ഉണ്ട്. ഞങ്ങളൊരു പ്രാവശ്യം ട്രെയിനിങ് കൊടുത്തപ്പോഴത്തേക്ക്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ട്രെയിനിങ് കൊടുത്തപ്പോൾ ഞങ്ങൾക്കറിയാൻ സാധിച്ചത്, നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ഭരണഘടനാപരമായി പ്രവർത്തിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാത്തതാരാണ്? ഈ രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങളാണ്. അവർക്കിവിടെ ചൂഷണം ചെയ്യണമെങ്കിൽ ജനങ്ങളെ അടിച്ചമർത്തി, സാധാരണ ജനങ്ങളെ അടിച്ചമർത്തി ഭരിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള ഒരു മർദ്ദിതോപാധിയായിട്ടാണ് പോലീസിനെയും കോടതിനെയും ഇവർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഭരണഘടനാ കോടതി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോടതി. ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോടതികളാണ് ഭരണഘടനാ കോടതി എന്ന് പറയുന്നത്. അതിവിടെ ഒരു കോടതി മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ. ഇവിടെ മറ്റുള്ള കോടതികളൊക്കെ അതേ രീതിയിൽ ആക്കി തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നതും അതുപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നതും ചില നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. എല്ലാ കോടതികളും ഇപ്പം നമുക്കറിയാം എത്ര രൂപയാണ് ഇവർക്ക് ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത്, എല്ലാം ആനുകൂല്യങ്ങളും ടാക്സും സാലറിയും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വ്യക്തികളും കൈപ്പറ്റുന്നത്. അവരത് കൈപ്പറ്റി കഴിഞ്ഞാൽ, കൈപ്പറ്റുന്നതിൽ തെറ്റൊന്നും നമ്മൾ പറയുന്നില്ല. കൈപ്പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രാഥമിക ദൗത്യം ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യം എന്ന് പറയുമ്പോൾ സോഷ്യലിസം, അപ്പോൾ 39(b)യും (c)യും 47 മാത്രം നടപ്പിൽ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ 90% പ്രശ്നങ്ങൾ തീരും. അല്ലാതെ വരുന്ന കേസുകൾക്ക് വിധി പറഞ്ഞ് ശിക്ഷിക്കാനല്ല, യജമാന്മാരായ ജനങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഒരു കോടതിക്കും അധികാരമില്ല, ഒരു പോലീസിനും അധികാരമില്ല. യജമാനന്മാരാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അവരെ ശിക്ഷിക്കാനാണോ നിങ്ങൾ തൊഴിലാളികളോട് വെച്ചിരിക്കുന്നത്? ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഭരണഘടന ലംഘകരെ വേണം ശിക്ഷിക്കാനായിട്ട്. ഭരണഘടനയെ ലംഘിച്ച് ഇവിടെ ധനം കുന്നുകൂട്ടിയിരിക്കുന്നവരെ ശിക്ഷിക്കണം. ഭരണഘടനയുടെ 47-ാം വകുപ്പ് ലംഘിച്ച് ബാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ തുറന്നു വെച്ചിരിക്കുന്നവരെ ശിക്ഷിക്കണം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അവർക്ക് പോയി ചൂട്ട് പിടിച്ചിട്ട് അവരുടെ ബാറിലും മറ്റേ വീട്ടിലൊക്കെ പോയിട്ട് കോഴിയും താറാവും ഒക്കെ തിന്ന്, മീനൊക്കെ തിന്നിട്ട് ചട്ടിയും പഠിച്ചേക്ക് സല്യൂട്ട് അടിക്കാനല്ല നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരുന്നത്. 39(b)യും (c)യും 47 ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലും നിരവധി ആൾക്കാരുണ്ട് സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ സമ്പത്ത് കുന്നുകൂട്ടാൻ ഇവിടെ ഭരണഘടന അനുവദിക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ്. ആ കുറ്റകരം ആയ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമെങ്കിൽ നിങ്ങളത് നിയമ നടപടികൾ സ്വീകരിക്കണം.
നിയമ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ബോധം വരുള്ളൂ. ഇത് ഞങ്ങൾ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കേണ്ട ധനമാണ് കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അത് കുന്നുകൂട്ടാൻ പാടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം സമ്പാദിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നത് സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കായിട്ട് ഉപകരിക്കണം. ഇവിടെ ഒരു മനുഷ്യനും ഈ 10 പൈസ ഇല്ലാതെ അല്ലെങ്കിൽ അവന് ആത്മഹത്യയുടെ വക്കിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അവന് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ഇവിടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാനാണ് പോലീസിനെയും കോടതിയിലെയും മറ്റ് പബ്ലിക് സർവൻസിനെയൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ എല്ലാം തന്നെ ഈ രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങൾ, ഈ രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്രിട്ടീഷുകാരുടെ ജാരസന്തതികളാണ്. അവർക്കൊരിക്കലും രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കാൻ പറ്റില്ല. അവർ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്നത് ഈ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. അത് കണ്ടുപിടിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ അതിനെ ശിക്ഷിക്കാനുള്ള എല്ലാ അറിവും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്, പോലീസിനുമുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവർക്ക് ഭയമാണ്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ ഒരിക്കലും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഭരണഘടനാ കോടതിയുണ്ട്. ഇവിടെ ഈ സമാധാനപരമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്കിവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഭരണഘടനാ കോടതിയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുക. ബ്രിട്ടീഷ് കോടതികൾ ഇവിടെ അവർക്ക് ചെയ്യാമെങ്കിൽ ചെയ്യുക. അവർ നമ്മൾ പറയുന്നുണ്ട്, ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, ഇന്ന രീതിയിൽ ചെയ്യണമെന്നൊക്കെ. അവർ ചെയ്തില്ലെങ്കിൽ ആ ദൗത്യം ഭരണഘടനാ കോടതി ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ 39 ബിയും സിയും 47 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങളുടെ അധികാരപരിധിയിൽ, ഒരു പോലീസ് സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ കോടതിയുടെ അധികാരപരിധിയിൽ എവിടെയൊക്കെ 39 ബിയും സിയും ലംഘിക്കുന്നുണ്ട്, അപ്പോൾ 47 ലംഘിക്കുന്നുണ്ട്, അവരെ ബുക്ക് ചെയ്ത് കോടതിയെ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. അത് രാജ്യദ്രോഹ കുറ്റമാണത്. കാരണം രാജ്യത്തെ സമ്പത്ത് മുഴുവൻ ചുരുക്കം ചില ആൾക്കാരിലേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ ഭൂരിഭാഗം വരുന്ന യജമാന്മാരായ ജനങ്ങൾ പട്ടിണി കിടക്കുന്നു. അവർക്ക് ആഹാരമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല, അതുപോലെ തന്നെ മരുന്നില്ല, അവർക്ക് എൻ്റർടൈൻമെൻറ്റ്സ് ഇല്ല, ഒന്നുമില്ലാതെ അവർ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയാണ്. എന്താണ് ഈ നിങ്ങൾ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളിത് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വ്യക്തിക്കും അനധികൃതമായിട്ട് സമ്പത്ത് ഉണ്ടാക്കാനായിട്ടുള്ള നിയമം അനുവദിക്കുന്നില്ല, ഭരണഘടന അനുവദിക്കുന്നില്ല. എന്തെങ്കിലും നിയമങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ആ ഉണ്ടാക്കിയവനെതിരെ കേസെടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനും കോടതികൾക്കുണ്ട്. ഭരണഘടനാ വിരുദ്ധമായിട്ട് ഇപ്പോൾ നിരവധി ബാറുകൾ തുറക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ തുറക്കുന്നു, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്കെതിരെ കേസെടുക്കണം. ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് പോലീസിൻ്റെയൊക്കെ താഴെയാണ്. ഏറ്റവും ഉയരത്തിൽ കോടതി ആർട്ടിക്കിൾ 375 പ്രകാരം, അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ്സ്, അതിൽപ്പെട്ടതാണ് പോലീസ്, അതിൻ്റെ താഴെയാണ് മിനിസ്റ്റീരിയൽ വിഭാഗം. അവർ നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് ഭരണഘടനാ വിരുദ്ധമായിട്ട് നിയമങ്ങൾ നിർമ്മിച്ചാൽ നിങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തുള്ള കോടതിയും പോലീസും കൈകാര്യം ചെയ്യണത്. അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൻ്റെ അധികാരം ആ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കോടതികൾക്കുണ്ട്. അവരിത് കൈകാര്യം ചെയ്യണം. ഒരു പഞ്ചായത്ത് സ്വയംഭരണം അധികാരമുള്ളതാണ് പഞ്ചായത്തുകളൊക്കെ. ഇന്ന് അവർക്ക് സ്വന്തമായിട്ട് ഈ ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാം. അവിടുത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന പ്രതിനിധികൾക്ക്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ സെക്രട്ടറിക്കും ആ പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കുക, ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പല പഞ്ചായത്തുകളും പറഞ്ഞ് ഞങ്ങൾ ചെയ്യാൻ സന്നദ്ധരാണ്, പക്ഷേ നമുക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ വേണം എന്നാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പോലീസാണ്. അതുപോലെ തന്നെ അതിന് വിധികൾ പ്രസ്താവിക്കേണ്ട കോടതികളാണ്. അത് ചെയ്യാതെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കാലം പോയിട്ട് നിങ്ങൾ ശമ്പളം മേടിച്ചിട്ട് കുറച്ച് രാഷ്ട്രീയവും കളിച്ചുകൊണ്ടിരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ ശക്തമായി പ്രതികരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരും. ഇത് സമാധാനപരമായിരിക്കണമെന്നാണ് ഭരണഘടനാ കോടതി പറയുന്നത്. ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇപ്പോൾ ജനം നിൽക്കുന്നത്. ഇവിടെ സമ്പത്തില്ലാഞ്ഞിട്ടല്ല, ഈ സമ്പത്ത് മുഴുവൻ കുറച്ച് ആൾക്കാർ അവർ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ളതിൽ അതിനപ്പുറം. നമ്മൾക്കറിയാം, നമ്മൾക്കിപ്പോൾ ഒരു 100 കാർ ഉണ്ടെങ്കിൽ ആ 100 കാറിനും അടിക്കാനുള്ള ഇന്ധനം ഇവിടെ ഉണ്ടെന്ന് വെച്ചു. ഒരു 8-10 ആൾക്കാരായ മുഴുവൻ ഇന്ധനം കുന്നുകൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ 90% ആൾക്കാർ അല്ലെങ്കിൽ ഈ കാർ എങ്ങനെ ഓടും? അപ്പോൾ അത് അല്ലെങ്കിൽ അത് നിയന്ത്രിക്കേണ്ട കടമയാണ് പോലീസിനും ജുഡീഷ്യറിക്കൊക്കെ ഉള്ളത്. അത് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് കേസ് പിടിച്ച് കുറച്ച് ശിക്ഷിച്ച് 2 വർഷം 10 വർഷം എന്ത് വാങ്ങാത്തിൽ നിങ്ങൾക്ക് യജമാന്മാരായി ജനങ്ങളെ ശിക്ഷിക്കാൻ അധികാരമില്ല. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഭരണഘടനാപരമായി ചെയ്തു കൊടുത്ത് അവരെ സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. അവരെന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള വേദികളുണ്ടാക്കുക. മനസ്സിലായി? അല്ലാതെ അവർ ശിക്ഷിച്ച് വാങ്ങാത്തൊരു വലിയ കോടതിയും പോലീസിനെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചമാതിരി ഭരിക്കാനൊന്നും നിങ്ങൾക്ക് അധികാരമില്ല. അതുപോലെ മൈ ലോഡ് യുവർ ഓണർ മറ്റൊന്നും വാങ്ങാത്തിലൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ജഡ്ജിമാരെയൊക്കെ അവരൊക്കെ സർവൻസാണ്, നമ്മളുടെ സർവൻസാണ്. ഏറ്റവും ഉയരത്തിൽ ഭരണഘടന, അതിൻ്റെ താഴെ യജമാന്മാരായ ജനങ്ങൾ, അതിൻ്റെ താഴെ ആർട്ടിക്കിൾ 375 പ്രകാരം ജുഡീഷ്യറി ഫസ്റ്റ്, സെക്കൻഡ് എക്സിക്യൂട്ടീവ്സ്, 3ാമത് മിനിസ്റ്റീരിയൽ വിഭാഗം. ഈ 3 കൂട്ടരും കൂടി വേണം ഭരണഘടന ലക്ഷ്യം സാധൂകരിക്കാനായിട്ട്. അപ്പോൾ യജമാന്മാർ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അവർ ചിലപ്പോൾ
ദാരിദ്ര്യം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പിച്ചച്ചട്ടി എടുത്ത് വരുന്നുണ്ടായിരിക്കും. പക്ഷെ അവരൊക്കെ യജമാനന്മാരാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരു വ്യക്തി പോലും ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ കൊണ്ടോ അവൻ കഷ്ടപ്പെടാൻ പാടില്ല. അത് ഓരോ പഞ്ചായത്തിലും 10 കുടുംബങ്ങളുള്ള ചെറിയ യൂണിറ്റുകളായി തിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള ആൾക്കാരാണ്. അവർക്ക് നിർദ്ദേശം കോടതിയിൽ കൊടുക്കണം. അതുപോലെ തന്നെ പോലീസ് അത് വാച്ച് ചെയ്തിട്ട് അതിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കാനുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് എത്രയും വേഗം ഭരണഘടനാ ലക്ഷ്യം സാധൂകരിക്കുക. ഈ സമയമില്ല. കാരണം അത്ര 75 വർഷമായി, 300 വർഷത്തോളം ബ്രിട്ടീഷുകാർ ഭരിച്ച് നമ്മൾ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് ഇപ്പോൾ ഈ 75 വർഷമായിട്ട് നമ്മളാൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനി സഹിക്കാൻ പറ്റില്ല. ഇനി സഹിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ പലർക്കും പ്രതികരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അവർ വിഡ്ഢിവേഷം കെട്ടുന്നു മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. എന്താണ് നിങ്ങൾ ഈ പോലീസും കോടതിയെല്ലാം കൂടെ കേസ് ജയിച്ച് കേരള വണ്ടിയിൽ മറ്റത് വാങ്ങാത്ത നിങ്ങൾക്ക് ആരാ അതിനുള്ള അധികാരം തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു അധികാരവും ഭരണഘടന തന്നിട്ടില്ല. ബ്രിട്ടീഷുകാരെന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറ്റടുത്ത് വെച്ചാൽ മതി. അതൊന്നും ഇനി അടക്കിയൊന്നുമില്ല. മനസ്സിലായി? ഓരോ മജിസ്ട്രേറ്റും ഓരോ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനും അവൻ്റെ അധികാരപരിധിയിലുള്ള ഓരോ പഞ്ചായത്തിലും അതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക. നിങ്ങൾക്കറിയില്ലേ, ഞങ്ങൾ ട്രെയിനിങ് തരാമെന്നേ. ഇവിടെ 100-300 പോലീസുകാർക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രെയിനിങ് കൊടുത്താൽ എയർ ക്യാമ്പിൽ വെച്ച്. അപ്പോൾ അന്ന് അവർക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്കൊക്കെ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കണമെന്ന് വളരെ താല്പര്യമുണ്ട്. പക്ഷേ ഈ സിസ്റ്റം സമ്മതിക്കുന്നില്ല. ഈ കോടതികളിലൊക്കെ വരുന്ന ജഡ്ജിമാരെന്നൊക്കെ പറയുന്നത് സമ്പന്ന വീട്ടിൽ നിന്നൊക്കെ വരുന്നതാണ്. അവർക്ക് അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് വക്കീലന്മാരും ജഡ്ജിമാരൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കണം. അവരുടെ മനുഷ്യ വിഭവശേഷി ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൃത്യമായിട്ട് കൊടുക്കണം. അത് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാർക്ക് അടിമകളുണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം അതൊന്നുമല്ല. അത് ഈ ശിവൻകുട്ടിമാരുള്ള ആൾക്കാർക്ക് പറ്റിയ വിദ്യാഭ്യാസമാണ്. ഇവിടെ വേണ്ടത് എന്താണ്? ഇവിടെ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ജനങ്ങളെ വാർത്തെടുക്കുക, യുവജനങ്ങളെ വാർത്തെടുക്കുക. ഒരു 20 വയസ്സ് വരെയും വിദ്യാഭ്യാസം കൊടുക്കുക. 20 വയസ്സിന് ശേഷം പ്രൊഡക്ഷനിലേക്ക് വരിക. 8 മണിക്കൂർ ഒരു ദിവസം വെച്ച് പ്രവർത്തിച്ചാൽ മതി. ഒരുപാട് മലമറിക്കേണ്ട കാര്യമില്ല. അങ്ങനെ 60 വയസ്സ് വരെ അവരങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷനാണ് നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം ബാക്കി നമുക്ക് വിറ്റഴിച്ച് സമ്പത്ത് കൊണ്ടുകൂട്ടാം. അങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്നൊരു ഭരണഘടനയാണ്. ഇത് ഇത്രയും നാളായിട്ട് 75 വർഷമായിട്ട് ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങളൊക്കെ കൂടെ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ അറിവുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ധൈര്യക്കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചൊല്ലാണ് ഫസ്റ്റ് ഒബേ ആൻഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പരിപാടിയാണ്. നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് നിങ്ങളുടെ മേലെ ഉദ്യോഗസ്ഥന് ഒരു ഓർഡർ തരുന്നതെങ്കിൽ അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. അല്ലാതെ ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ബ്രിട്ടനിൽ കൊണ്ടുവച്ചാൽ മതി. ഇവിടെ നടക്കുകയൊന്നുമില്ല. അതുകൊണ്ട് എത്രയും വേഗം ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി എസ്പെഷ്യലി 39B-C-47 നടപ്പിലാക്കാൻ കോടതികളും പോലീസും അടിയന്തര നടപടികൾ സ്വീകരിക്കാം. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.